ഇതാണോടി വെണ്ണ? നല്ലോണം ചെയ്യടി അങ്ങോട്ട്. ഇതങ്ങോട്ട് അരഞ്ഞില്ല. ഇങ്ങോട്ട് ഒഴിക്കങ്ങോട്ടും കൊണ്ടുപോ. അമ്മേ, രണ്ടുപേരും കൂടി മത്സരിച്ച് നമ്മളിങ്ങനെ പുകഴ്ത്തുന്ന കൊള്ളാം. വെറുതെ ഇരുന്ന് തിന്നാൻ വേണ്ടിട്ടാ. അതെനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം മോളെ, അവരെ കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിപ്പിച്ചാലോ? പറഞ്ഞു നോക്ക്. കൽപ്പനെ, നീ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേ. അയ്യോ, എന്താ അമ്മ ഈ പറയുന്നേ? ഈ പാത്രം കഴുകാനുള്ള സോപ്പ് മറ്റും എടുത്താലേ എനിക്ക് കൈ ചൊറിയുന്ന അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്നാലേ എനിക്ക് അങ്ങനെയുണ്ട്. ഈ സോപ്പും സോപ്പ് പൊടിയൊന്നേ എനിക്ക് തൊടാനേ പറ്റില്ല. നിനക്കും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ ദൈവമേ, ഇതൊക്കെ നമ്മുടെ കുടുംബ പാരമ്പര്യോ? എനിക്കിതേ സോപ്പ് കൈ തൊട്ടാ മതി, അപ്പൊ തന്നെ തൊലി അടർന്നു വീഴാൻ തുടങ്ങും. രണ്ടുപേരും കൂടുതൽ സംസാരിക്കണ്ട. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? എന്താ പത്മിനി? അമ്മേ, രണ്ടുപേരും ഇവിടുന്ന് ചവച്ചരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞാൻ ആ പാത്രം ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞപ്പോഴേ രണ്ടുപേർക്കും കയ്യിൽ സോപ്പ് തട്ടിക്കൂടാന്ന്. ഒരാൾക്ക് ചൊറിച്ചിൽ വരും, വേറൊരാൾക്ക് തൊലി ഇളകുന്നു. അതിനെന്താ? അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്. അതിന് നീ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താ? ആ പത്മിനി, ഇവരെ എന്തെങ്കിലും പണി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഈ സോപ്പും വെള്ളവും തൊടാത്ത പണി ഏൽപ്പിച്ചാ മതി. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. വേണോ? രാധികെ, ആ ഉഴുന്നും അരി ആട്ടാൻ ഉണ്ടായിരുന്നത് ആട്ടിയെടുത്തോ? അയ്യോ ഇല്ല, ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കായിരുന്നല്ലോ. പക്ഷെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലേ അതിങ്ങെടുത്തോളൂ, അവരരച്ചോളൂ. അരി ഉഴുന്നും ആവുമ്പോഴേ കയ്യില് തട്ടിയാലും നല്ലതാ, ആയുർവേദമാ. എന്തേ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അത് ഞങ്ങൾ ചെയ്തോളാം മുത്തശ്ശി. മിക്സിയിലിട്ടിട്ട് വെറുതെ കാവൽ നിന്നാ പോരെ. അത് മിക്സിയിലിട്ട് അരയ്ക്കാൻ നിങ്ങളോടാരാ പറഞ്ഞേ? പുറത്തെ നല്ല ആട്ടുകല്ലുണ്ട്, അതിനകത്ത് ആട്ടിയെടുത്താ മതി. ആട്ടാനോ? ഞാൻ നിങ്ങളെ ആട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിരുന്ന ആട്ട്. അയ്യോ, എന്താ രാധികെ, പറഞ്ഞത് കേട്ടില്ലേ? അതൊക്കെ എടുത്ത് ആട്ടുകല്ലിന്റെ അടുത്തേക്ക് വാ. രണ്ടെണ്ണോ എന്റെ കൂടെ വാ. വരാനല്ലേ പറഞ്ഞത്? അങ്ങനെ മുത്തശ്ശി പണി തുടങ്ങി. ഇങ്ങോട്ട് വന്നേ. അപ്പുറം ഇപ്പുറം രണ്ടുപേരും ഇരുന്നേ. അങ്ങോട്ട് ഇരിക്കേ. അയ്യോ, ആട്ടുകല്ലിലെ അരയ്ക്കാനാ പറഞ്ഞത്, അല്ലാതെ ആട്ടുകല്ലിനെ ഭരിക്കാനല്ല. നേരെ ഇരിക്കടി അങ്ങോട്ട്. ആ, നിങ്ങൾ എന്തോ നോക്കി നിൽക്കുന്നേ, അങ്ങോട്ട് കൊടുക്ക. അമ്മേ, ആ, ആ, ഇനി തുടങ്ങിക്കോ രണ്ടുപേരും. നേരെ ചൊവ്വേ ചെയ്യടി അങ്ങോട്ട്.
അരക്കടി അങ്ങോട്ട്. മര്യാദക്ക് ചെയ്യടി അങ്ങോട്ട്. ശ്ശോ. ഉഫ്. അയ്യോ, നേരെ ചൊവ്വ ചെയ്യടി അങ്ങോട്ട്. നല്ലോണം ആട്ട്. ചെയ്യുവല്ലേ. ഇത് മര്യാദയ്ക്ക് അരച്ചു തീർക്കാതെ രണ്ടെണ്ണോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവരുത്. അമ്മ. അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കടി. ഇങ്ങോട്ട് കൊടുക്ക. ദാ പിടിക്ക്. ഇട്, മുഴുവനും ഇട്. അയ്യോ മതി. ആ, തന്നു. നല്ല വെണ്ണ പോലെ അരയണം. ഉം. ആരൊക്കെ കൽപ്പനെ? ഉം. അരക്കങ്ങോട്ട്. ഉം. ആ, നല്ലോണം കറങ്ങട്ടെ. അങ്ങനെ. ആ, അങ്ങനെ. എന്തുവടി നോക്കി നിൽക്കുന്നത്? അങ്ങോട്ട് അരക്ക്. നേരെ ചൊവ്വ അരക്കടി അങ്ങോട്ട്. നല്ല വെണ്ണ പോലെ അരയണം. ആ, അരക്കങ്ങോട്ട്. ആ, പോരട്ടെ. അമ്മേ. അങ്ങോട്ട് കറക്ക്. ആ, കറക്കടി അങ്ങോട്ട്. കറക്കുവല്ലേ. ആ, ഓ, വെള്ളം ഒഴിച്ചോളൂ. അധികം വെള്ളം വേണ്ട. ഉം. ആ ഇതെന്താ അറിയാത്ത. ഉം. അങ്ങോട്ട് അരക്ക്. എന്താ നമുക്ക് അരക്കല്ലേ. ഉം. പോരട്ടെ. നല്ലോണം കറക്കി അരക്ക്. നോക്ക് ചെയ്യടി പിശാച്. അരക്കുന്നതിനിടയിൽ എന്റെ കൈ ഇടുന്നെന്തിനാ? ഒപ്പം ചെയ്യണ്ടേ? അരക്കുന്നതിനിടയില കൈ ഇടുന്നത്. ഇട്ടോ ഇട്ടോ ഇട്ടോ. അരക്ക്. ആരൊക്കെ കൽപ്പനെ? അയ്യോ. ഓ, കഴിഞ്ഞു. ഇതാണോടി വെണ്ണ? നല്ലോണം ചെയ്യടി അങ്ങോട്ട്. ഇതങ്ങോട്ട് അരഞ്ഞില്ല. ഇങ്ങോട്ട് ഒഴിക്കങ്ങോട്ടും കൊണ്ടുപോ. രാധികെ, ഇനി മുതൽ ഉഴുന്നു അരി എന്ന് ഇവരായിരിക്കും ആട്ടുക. ആ.